ബ്രോ നമ്മൾ ഈ നാട്ടുകാരുടെ സപ്പോർട്ട് ഒരു കലാകാരന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നാട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരു കലാകാരന് ഒരുപാട് ദൂരം എത്താൻ പറ്റും. അത് വലിയൊരു അനുഗ്രഹമാണ്. നാട്ടില് ആളുകൾ ഇത്രയും ഭയങ്കര ജനപ്രതിനിധി ഒരു ഇതാട്ടോ. അത് കോമൺ ആയിട്ട് പോയിട്ട് നാട്ടുകാരുടെ ഞാനിപ്പോ ഒന്നോളൂ ബ്രോ. ഞാനത് ഇത് കണ്ടത് തന്നെ ഞാൻ ഞെട്ടിയിരിക്കുകയാണ്. കാര്യം വലിയതാണ്. അപ്പൊ ഞാൻ എന്തായാലും വിളിച്ചപ്പോ വരാൻ കാണിച്ച ഒരു മനസ്സിന് താങ്ക് യു സോ മച്ച്. ഞാൻ ആക്ച്വലി കാണുന്ന ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പിന്നെ ബിഗ് ബോസ് ഇങ്ങനെ ഒരു കാണൽ ഞാൻ ഇത് വീട്ടിലേക്ക് വരാന്നുള്ള പ്ലാൻ. പക്ഷേ ഇത് പരിപാടികളൊക്കെ ഗംഭീരമായി പോയിരുന്നത്. എന്നിട്ട് ഇവരെല്ലാം പറഞ്ഞ അനീഷിനെ സപ്പോർട്ട് ചെയ്യണമെന്ന്. പക്ഷേ ഇക്കാരെ സപ്പോർട്ട് ചെയ്തേ? അനുമോളെയും അനീഷിനെ സപ്പോർട്ട് ചെയ്തു. ഞാൻ അത് ഓൾറെഡി ഇവനറിയാം. ഞാൻ ഓൾറെഡി എല്ലാ ദിവസവും ഇവന് മെസ്സേജ് അയക്കും, ഞാൻ അപ്ഡേറ്റ് ചോദിക്കും. എനിക്കൊരിക്കലും അനീഷിന് മെസ്സേജ് ചോദിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ബിഗ് ബോസിൻ്റെ അകത്ത് ചെന്നപ്പോഴും അനീഷിനെ ഞാൻ അതിഭീകരമായിട്ട് സപ്പോർട്ട് ചെയ്തതാണ്. അനീഷിനെ അറിയാം. ആരും ടി വി കാണിച്ചു എന്ന് എനിക്കറിയില്ല. ഞാൻ അനീഷിനെ ഇത് ഒരുപാട് അഡ്വൈസ് കൊടുത്തായിരുന്നു. ഞാൻ പറഞ്ഞു ഫുഡ് കഴിക്കണം, ഒരുപാട് അഡ്വൈസ് കൊടുത്തായിരുന്നു. കാര്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ടോപ്പ് 5 അനീഷ് ഉണ്ടാവുന്നു. അത് അനീഷിന്റെ റൂൾ ബ്രോ. ഞാനല്ലോ പ്രണയിച്ചത്. ഇത് ചോദ്യമല്ലയാ. പ്രണയത്തെ പറ്റി ഒരു വ്യക്തി മറ്റു വ്യക്തിയിൽ അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ഇതൊക്കെ ചോദിക്കണം തന്നെ. നമ്മളിവിടെ കാണാൻ വന്നു. ഇത് വലിയൊരു ഭാഗ്യമല്ല. അപ്പൊ എനിക്കിവിടെ കാണാൻ പറ്റി കുറെ നാൾക്ക് ശേഷം. അപ്പൊ തീർച്ചയായിട്ടും വരാൻ കാണിച്ച, ഞാൻ വിളിക്കുമ്പോഴേക്കും വരാൻ കാണിച്ച ഒരു മനസ്സിന് നന്ദി പറയുന്നു. പിന്നെ തീർച്ചയായിട്ടും ഒരു ബ്രദറാണ് എനിക്ക്. ഇപ്പൊ നമ്മള് ഒരാളെ വിളിക്കുമ്പോ ചില ആളുകളെ വിളിക്കുമ്പോൾ വരില്ല എന്നുള്ള മറുപടി ആയിരിക്കും കിട്ടുക. പക്ഷെ ഷിയാസിക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ബ്രദറാണ്. എനിക്ക് ആ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടെ വിളിക്കാം, വരുന്ന ഉറപ്പായിരുന്നു. വന്നു. താങ്ക് യു സോ മച്ച്. ബൈ ബൈ, വീട്ടിലേക്ക്. അപ്പോൾ ഓക്കെ ഏട്ടാ, താങ്ക് യു സോ മച്ച്.